ചേട്ടാ ബോഡി ഉണ്ടല്ലോ. പാവം പിടിച്ചാൽ ചികിത്സയ്ക്ക് പോയതാ, കൊന്നാവുന്നു. നമ്മുടെ വീട്ടിൽ നിന്ന് ബിനു ഇത്ര പെട്ടെന്ന് പോകുന്നു എനിക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവന്റെ മക്കളുടെ മുഖം കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അവൻ്റെ അമ്മയുടെ അനിതയുടെയും നിലവിളി കേൾക്കാൻ പറ്റത്തുള്ള ഞങ്ങൾ ഇങ്ങോട്ട് മാറിയുന്നു. അക്ബറെ, നിനക്ക് അവരൊരു വോയിസ് മെസ്സേജ് അയച്ചില്ലേ? അതൊന്ന് പ്ലേ ചെയ്തേ. അളിയ അക്ബറെ, ഞാൻ മെഡിക്കൽ കോളേജിലാടാ. എനിക്ക് ഒട്ടും വയ്യടാ. ജില്ലാ ആശുപത്രിയിൽ നിന്ന് എത്രയും പെട്ടെന്ന് പോകുന്നും പറഞ്ഞ് ആംബുലൻസിൽ കയറ്റി വിട്ടതാ ഞങ്ങളെ ഇങ്ങോട്ട്. അത്യാവശ്യത്തിൽ അനിത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും ആരും ഞങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല അളിയ. പിന്നെ ഒരു ഡോക്ടർ കാർഡിയോളജിയിൽ അഡ്മിറ്റ് ചെയ്യാനുള്ള പേപ്പറൊക്കെ എഴുതി തന്ന്. നടക്കാൻ വയ്യാത്ത എന്നെ സ്ട്രെച്ചറിൽ അവിടോട്ടൊന്ന് എത്തിക്കാമെന്ന് ചോദിച്ചതിന് അനിതയോട് അവർ ചൂടാകളിയ. ഇവിടുത്തെ സെക്യൂരിറ്റിമാരൊക്കെ നമ്മളെ പട്ടികളെ കാണുന്ന കണ്ണുകൊണ്ടാണ് കാണുന്നത്. പാവം അവള് എനിക്ക് വേണ്ടി ഓരോ വരാന്തയിലും കയറി ഇറങ്ങുവാടാ. അളിയാ, ഇവിടെ നിന്ന് ജീവനോടെ തിരിച്ച് വീട്ടിലെത്തുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ മക്കളെ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുവാടാ. നോക്കിയേക്കണേടാ അളിയന്മാരെ. കേട്ടില്ലേ? ഇതാ ഞങ്ങളെപ്പോലുള്ള പാവങ്ങളുടെ അവസ്ഥ. ഏത് സർക്കാർ സ്ഥാപനത്തിൽ ചെന്നാലും പട്ടി വില. അതെങ്ങനെയാ? എവൻ്റെയൊക്കെ സർക്കാരില്ലേ നാട് ഭരിക്കുന്നത്? എന്തുവാണ് അക്ബറെ ഇതൊക്കെ? പാവങ്ങളെ കൊലയ്ക്ക് കൊടുക്കുന്ന ഒരു സർക്കാരും, എന്നിട്ട് പാവങ്ങളുടെ സർക്കാർ എന്നുള്ള വാദം, അതാണ് സഹിക്കാൻ പറ്റാത്തത്. സാധിക്കരുമാര് മറ്റിടത്ത് വർത്താനം നീ പറയരുത്. മരിച്ച ബിനുവേ നിന്റെ മാത്രം കൂട്ടുകാരല്ല, എന്റെയും കൂട്ടുകാരനാ. എന്തുവാടാ ഇത്? അപ്പുറത്തൊരു മരണവിടാ, നിങ്ങളൊന്ന് നിർത്തിക്കേ. അല്ല പിന്നെ ഈ സമയത്താണ് നിമ്മാര് തറ രാഷ്ട്രീയം കളി. ഞാൻ രാഷ്ട്രീയം കളിച്ചൊന്നുമല്ല, നിന്റെയൊക്കെ സർക്കാരിന്റെ ചെയ്തുകൊണ്ട് പറഞ്ഞു പോയതാ. ഓ, നീയൊക്കെ ഭരിക്കുന്ന കാലത്ത് ഒരു വെടിപ്പായിരുന്നല്ലേ? എടാ, നിന്റെയൊക്കെ സർക്കാർ ഭരിക്കുമ്പോഴേ ഇവിടെ ഏറ്റവും കൂടുതൽ മരണങ്ങൾ നടന്നിട്ടുള്ളത്. അതും ആശുപത്രിക്കാട് അനാസ്ഥമുണ്ട്. ഇതൊക്കെ എല്ലാ കാലത്തും സംഭവിക്കുന്നതാ. അതിനൊന്നും ഒരു സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യവുമില്ല. ആഹാ, എന്നിട്ട് നീയൊക്കെ കൊടിയും പിടിച്ചോണ്ട് ഇറങ്ങിയല്ലോടാ. നീ കൊടിയും പിടിച്ച് ഇറങ്ങടാ. ഞാൻ ഇറങ്ങടാ. കാണാം. നിർത്താം പന്നികളെ. അപ്പുറത്ത് വെള്ളം നോപ്പിച്ച് മരത്തിൽ കിടന്നിരിക്കുന്നേ നമ്മുടെ കൂട്ടുകാരൻ ബിനുവിനെ. അതൊക്കെ നീയൊക്കെ മറക്കരുത്. എടാ, നീയൊക്കെ തമ്മി തല്ലിട്ട് എന്താടാ കാര്യം? പോയപ്പോ അവന്റെ കുടുംബത്തിന് പോയി, അല്ല എന്താ? കൂടി വന്ന് 2 ദിവസം കൂടി നമ്മൾ അവന്റെ മുറ്റത്ത് വരും. താടിക്ക് കൈയും കൊടുത്ത് മിണ്ടാതിരിക്കും. എന്നിട്ട് നമ്മൾ എണീറ്റ് പോകും. അതിനപ്പുറം അവന്റെ കുടുംബത്തിന് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുക. അല്ലാതെ ഒരുമാതിരി മണ്ടന്മാരെ, രാഷ്ട്രീയം പറഞ്ഞ് തമ്മിൽ തല്ലിച്ചാകുന്നതിന് മുമ്പ് ഒരു കാര്യം ചിന്തിക്കുക. ഈ കേരളം നിന്റെ പാർട്ടി ഭരിച്ചാലും യവന്റെ പാർട്ടി ഭരിച്ചാലും നമ്മളെപ്പോലുള്ള സാധാരണക്കാരനൊരു അസുഖം വന്നാലേ ബാങ്ക് ബാലൻസ് നോക്കാതെ ചെന്ന് കയറാൻ പറ്റുന്ന ഏക ആശ്രയമാണ് ഇവിടുത്തെ സർക്കാർ ഹോസ്പിറ്റലുകൾ. അവിടെയാണ് അവന്മാരെ കുടുംബത്തിൽ നിന്ന് എടുത്ത് തരുന്നത് പോലെ പുച്ഛത്തോടു കൂടി പെരുമാറുന്ന കുറേ ഉദ്യോഗസ്ഥന്മാർ. ആശുപത്രികൾ മാത്രമല്ലല്ലയാ, എല്ലാ സർക്കാർ ഓഫീസിലും ഉണ്ട് ഇത് കൂട്ടത്തെ ചിലവന്മാർ. എടാ, ഞാനും നിങ്ങളും നമ്മുടെ ബിനുവൊക്കെ കരോടച്ചിലാണ് ജീവിക്കുന്നത്. ആ കരോടച്ച പൈസ കൊണ്ടല്ലേ അവന്മാരെല്ലാം ശമ്പളം വാങ്ങിക്കുന്നത്. എന്നിട്ട് അവന്മാർ നമ്മളെ അവഗണിക്കുന്നത്. ഇവിടുത്തെ സിസ്റ്റം ശരിയല്ല. അതെ, ഇവിടുത്തെ സിസ്റ്റം മാറണം. അതിന് ആശുപത്രി ആയാലും മറ്റേത് സർക്കാർ ഓഫീസായാലും നമ്മുടെ സാധാരണക്കാരന് നീതി കിട്ടണം. വിളിയാ, ഇടത് ഭരിച്ചാലും വലത് ഭരിച്ചാലും ഇവിടുത്തെ സർവീസിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ വിചാരിച്ചാൽ മതി, ഈ സിസ്റ്റം മാറും. അതിനവരെ പ്രാപ്തരാക്കാനാണ് ജനക്ഷേമം ആഗ്രഹിക്കുന്ന ഓരോ സർക്കാരും ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ നമ്മുടെ ബിനുവിനെ പോലുള്ള ഒരുപാട് പേരുടെ കുടുംബത്തിൻ്റെ കണ്ണുനീര് നമ്മൾ കാണേണ്ടി വരും.